നിങ്ങൾ ഇപ്പോഴും ദോശയുടെ കൂടെ സാമ്പാറും ചട്നിയും തന്നെയാണോ കഴിക്കുന്നത് എങ്കിൽ അതൊന്ന് നിർത്തി ഇതൊന്ന് ട്രൈ ചെയ്യൂ. ചീര കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഈ സൂപ്പർ പൊട്ടറ്റോ പാലക്കറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇത് മതി. മീഡിയം വലുപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ മതി. തീരെ ചെറുതാക്കണ്ട. ഒരു ചെറിയ വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നമുക്കിനി ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉരുളക്കിഴങ്ങും ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 300 ഗ്രാം പാലക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ 1 ബൗൾ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഇളക്കാതെ തന്നെ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ പാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചപ്പാത്തിക്കും ദോശയ്ക്കും ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. എന്താ പറയുക, സൂപ്പറാണ്. വേറൊന്നും പറയാനില്ല. ആരോഗ്യവും രുചിയും നിറഞ്ഞ ഈ പൊട്ടറ്റോ പാലക്കറി എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടമാകും. കുട്ടികൾക്കും ഇത് വലിയ ഇഷ്ടമാകും. ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ. ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.